ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും LGS, അതേപോലെ സെക്രട്ടേറിയറ്റ് OA, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ 2025 നടക്കാൻ പോകുന്ന മറ്റു ഫോഴ്സ് പരീക്ഷകൾ, അങ്ങനെ നിരവധി പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വേണ്ടിയും അതേപോലെ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ഘട്ടം LGS പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായും ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുത്തുക. 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത്ര ദിവസം കൊണ്ട് തീർക്കാം എന്നൊന്നുമില്ല. ഈ ഒരു പരീക്ഷ ആകുമ്പോഴേക്കും, അതായത് ഡിസംബർ 28 നമ്മുടെ ആദ്യ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്കുള്ളിൽ തന്നെ മാക്സിമം ചോദ്യങ്ങളും ഉത്തരങ്ങളും മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ തീർച്ചയായും 100% നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ക്ലാസ്സുകളുടെ PDF ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലും ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ പലരും കഴിഞ്ഞ 3 ഘട്ടമായിട്ട് LGS പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളായിരിക്കാം. നമുക്കറിയാം, സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് PSC LGS പരീക്ഷയെ നോക്കിക്കണ്ടത്. അപ്പോൾ ആദ്യ ഘട്ടമായാലും രണ്ടാം ഘട്ടമായാലും മൂന്നാം ഘട്ടമായാലും കുറച്ചൊന്ന് ടൈറ്റാക്കിയിട്ടുള്ള എക്സാമുകളാണ് PSC ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പഠനത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. PSC പാറ്റേൺ മാറ്റുമ്പോൾ ആ രീതിയിൽ നമ്മൾ മാറുക. PSC പാറ്റേൺ മാറ്റുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തുണ്ടോ അതിലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു പരീക്ഷ വരുന്ന സമയത്ത് PSC വേറെ രീതിയിൽ, അതായത് അതിനേക്കാളും മുന്തിയ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ നമുക്കത് കിട്ടാതെ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സമയവും നമ്മുടെ ആയുസ്സൊക്കെ നമ്മൾ ചെലവഴിച്ചാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തളരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന, ഇപ്പോൾ OAയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു +2 നിലവാരത്തിൽ ആ ഒരു ലെവലിൽ പഠിച്ചു വരിക. ഇപ്പോൾ +2 എക്സാമിന്, ഫോഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ആ ഒരു അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ആ ഒരു ലെവലിൽ പഠിച്ചു വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും PSC ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാലും നമുക്കത് 100% നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. 100% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാര്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാര്? ആരാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ മദൻ മോഹൻ മാളവ്യയെക്കുറിച്ച് 2-3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. യാചകരുടെ രാജകുമാരൻ എന്ന് പറയുന്നത് ആരെയാണ്? മദൻ മോഹൻ മാളവ്യയാണ്. യാചകരുടെ രാജകുമാരൻ എന്ന് പറയുന്നത് ആരെയാണ്? മദൻ മോഹൻ മാളവ്യയാണ്. മഹാമാന്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മദൻ മോഹൻ മാളവ്യയാണ്. മഹാമാന്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മദൻ മോഹൻ മാളവ്യയാണ്. പിന്നെന്താണ്? 1916 ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ലീഡർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. പിന്നെന്താണ്? 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉപദേശകനായി പോയത് ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉപദേശകനായി പോയത് ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. പിന്നെന്താണ്? ബനാറസ് ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. അപ്പോൾ ഈ ചോദ്യം മാറിപ്പോകരുത്. യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ,
ബനാറസ് ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതാരാണ്? ആനി ബസന്റ്. അടുത്തെന്താണ്? ബനാറസ് സംസ്കൃത കോളേജ് ആരാണ് സ്ഥാപിച്ചത്? ജോനാഥൻ ഡങ്കൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. അപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാരാണ്? മദൻ മോഹൻ മാളവ്യ. മാറിപ്പോകരുത്. ബനാറസ് ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചതാരാണ്? ആനി ബസന്റ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. പിന്നെന്താണ്? ബനാറസിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വാരണാസി, കാശി. അപ്പോൾ ബനാറസിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? വാരണാസി, കാശി. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായതാണ് ചോദിച്ചത്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇതിന് നേതൃത്വം നൽകിയതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഇതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ എന്താണ്? ഇത് എഴുതി തയ്യാറാക്കിയതാരാണ്? CV രാമൻ പിള്ളയാണ് ഈ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മുദ്രാവാക്യം. ആ മുദ്രാവാക്യം എഴുതി തയ്യാറാക്കിയതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ് ഈ മുദ്രാവാക്യം എഴുതി തയ്യാറാക്കിയത്. അതേപോലെ എന്താണ്? ആദ്യം ഒപ്പുവെച്ചതാരാണ്? KP ശങ്കരമേനോൻ ആണ് ആദ്യമായി ഒപ്പുവെച്ചത്. KP ശങ്കരമേനോൻ ആണ് ആദ്യമായി ഒപ്പുവെച്ചത്. എത്ര പേര് ഒപ്പുവെച്ചു? 10,028 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത് 10,028 പേരാണ് ഒപ്പുവെച്ചത്. ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോൻ. രണ്ടാമതായി ഒപ്പുവെച്ചത് ബാരിസ്റ്റർ GP പിള്ള. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. 10,028 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത്. പിന്നെന്താണ്? ഇതിന് നിയമോപദേശം നൽകിയത് ആരാണ്? നോർട്ടൺ ആണ്. ഇതിന് നിയമോപദേശം നൽകിയത് ആരാണ്? നോർട്ടൺ ആണ്. ഇതിന് നിയമോപദേശം നൽകിയത് ആരാണ്? നോർട്ടൺ ആണ്. പിന്നെന്താണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട CV രാമൻ പിള്ള രചിച്ച കൃതി ഏതാണ്? വിദേശീയ മേധാവിത്വം എന്നുള്ളതാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻ പിള്ള രചിച്ച കൃതി ഏതാണ്? വിദേശീയ മേധാവിത്വം. പിന്നെന്താണ്? CV രാമൻ പിള്ളയുടെ ലേഖനം എഴുതിയ പത്രം ഏതാണ്? മിതഭാഷി. CV രാമൻ പിള്ളയുടെ ലേഖനം എഴുതിയ പത്രം ഏതാണ്? മിതഭാഷി. ആ സമയത്ത് ദിവാൻ ആരായിരുന്നു? T രാമറാവു ആയിരുന്നു. മലയാളി മെമ്മോറിയൽ നടക്കുന്ന സമയത്ത് അത് സമർപ്പിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് ദിവാൻ ആരായിരുന്നു? T രാമറാവുവാണ്. T രാമറാവുവാണ്. ഇതിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? PSC ചോദിച്ചിട്ടുള്ളതാണ്. KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠ പിള്ള. ഇതിൻ്റെ മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കൾ ഈ മൂന്നെണ്ണം തന്ന് ഒന്ന് മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് തന്ന് ഇതിൽ തെറ്റായവ അല്ലെങ്കിൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻ പിള്ള. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ മലയാളത്തിലെ അവാർഡുകളിൽ 2023 ലഭിച്ച വ്യക്തികളിൽ തെറ്റായത് ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായി വന്നത്. അപ്പോൾ ശരിയായത് നമുക്കൊന്ന് വായിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ SK വസന്തനാണ് ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ SK വസന്തൻ. വയലാർ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. വയലാർ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്.
അടുത്തത് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ. ഹരിവരാസനം പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസൻ. 2023 പത്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. അടുത്തത് 2024 പത്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. 2024 പത്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. 2024 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. 2024 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫ്. ഏതാണ് നോവല്? എസ്തർ എന്ന നോവലാണ്. മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച സാറ ജോസഫിൻ്റെ നോവൽ ഏതാണ്? എസ്തർ ആണ്. പിന്നെന്താണ്? 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. 2024 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. അടുത്തത് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള സംസ്ഥാനം ഏതാണ്? പട്ടികജാതിക്കാരുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് അതിൻ്റെ ആൻസർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അങ്ങനെയാണെങ്കിൽ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ പട്ടികജാതിക്കാർ കൂടുതലുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശാണെങ്കിൽ പട്ടികവർഗക്കാരുള്ളത് എവിടെയാണ്? മധ്യപ്രദേശാണ്. നമുക്ക് ഉത്തർപ്രദേശിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഉത്തർപ്രദേശിലാണ്. ലോക്സഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതേപോലെ എന്താണ്? രാജ്യസഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. ജില്ലകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അതേപോലെ ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നതും UP ആണ്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നതും UP ആണ്. പിന്നെന്താണ്? ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് UPയിലാണ്. അതേപോലെ ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും UPയിലാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അതേപോലെ എന്താണ്? ബാർലി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം UPയിലാണ്. അതേപോലെ 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം എവിടെയാണ്? UP ആണ്. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതാണ്? UP ആണ്. പിന്നെന്താണ്? നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UPയിലാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UPയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനവും UP ആണ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം ഏതാണ്? UP ആണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന UPയിലാണ്. അതേപോലെ ദേശീയ മുദ്രയായ സിംഹമുദ്രയായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? UPയിലെ സാരാനാഥിലാണ്. അതേപോലെ ഇന്ത്യയുടെ പ്രാമാണിക രേഖ കടന്നു പോകുന്ന അലഹബാദ് നഗരം സ്ഥിതി ചെയ്യുന്നതും UPയിലാണ്. എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ എന്ന് പറയുന്നത്. അടുത്തത് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അലഹബാദ്. അത് UPയിലാണ്. ഏതൊക്കെയാണ് ത്രിവേണി സംഗമം? ഗംഗ, യമുന, സരസ്വതി. മാറിപ്പോകരുത്. ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ത്രിവേണി സംഗമം അലഹബാദിലാണ്, UPയിലാണ്. ഏതൊക്കെയാണ്? ഗംഗ, യമുന, സരസ്വതി. തലസ്ഥാനം ഏതാണ്? UPയുടെ തലസ്ഥാനം ലക്നൗ ആണ്. UPയുടെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ്. ലക്നൗ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ്? ഗോമതി. ലക്നൗ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ്? ഗോമതിയാണ്. 1922 ചൗരി ചൗര സംഭവം നടന്നത് എവിടെയാണ്? ഖരഗ്പൂർ എവിടെയാണ്? UPയിലാണ്. 1922
ചൗരി ചൗര സംഭവം നടന്നത് ഖരഗ്പൂറിലാണ്. അതെവിടെയാണ്? യു പിയിലാണ്. ഇപ്പം എന്നാൽ അക്ബർ പണി കഴിപ്പിച്ച ഫത്തേപൂർ സിക്രി എവിടെയാണ്? യു പിയിലാണ്. അക്ബർ പണി കഴിപ്പിച്ച ഫത്തേപൂർ സിക്രി എവിടെയാണ്? യു പിയിലാണ്. അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. അതെവിടെയാണ്? യു പിയിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. അത് മീററ്റ് എവിടെയാണ്? യു പിയിലാണ്. ഉത്തർപ്രദേശ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ ആണ്. ഉത്തർപ്രദേശ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ ആണ്. നെഹ്റു കുടുംബം എവിടെയാണ്? അലഹബാദിലെ ആനന്ദ ഭവൻ. അതെവിടെയാണ്? യു പിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസ സ്ഥിതി ചെയ്യുന്നത് യു പിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യു പിയിലാണ്. പിന്നെ എന്താണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യു പിയിലാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യു പിയിലാണ്. ഇന്ത്യയുടെ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യു പിയിലെ മിർസാപൂറിലാണ്. ഇന്ത്യയുടെ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിർസാപൂർ. ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നതാണ് മിർസാപൂർ. അത് കടന്നു പോകുന്നത് അലഹബാദിലാണ്. പക്ഷെ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് മിർസാപൂറിലാണ്. അടുത്തതാണ് അയോധ്യ. അയോധ്യ എവിടെയാണ്? യു പിയിലാണ്. സരയു നദിയുടെ തീരത്ത്. അതായത് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയു നദിയുടെ തീരത്താണ്. അപ്പോൾ അയോധ്യ യു പിയിലാണ്. അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയു നദിയുടെ തീരത്താണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള നടക്കുന്നത് അലഹബാദിലാണ്. അതെവിടെയാണ്? യു പിയിലാണ്. അതേപോലെ ഗ്രീൻ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? കാൺപൂർ എവിടെയാണ്? യു പിയിലാണ്. അപ്പോൾ ഗ്രീൻ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? യു പി ആണ്. കാൺപൂരിലാണ്. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കാൺപൂരാണ്. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കാൺപൂരാണ്. റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? മൊറാദാബാദ് എവിടെയാണ്? യു പിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നതും യു പിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യു പിയിലാണ്. യു പിയുടെ ഹൈക്കോടതി എവിടെയാണ്? അലഹബാദിലാണ്. യു പിയുടെ ഹൈക്കോടതി എവിടെയാണ്? അലഹബാദിലാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം? എലിപ്പനിയാണ്. താഴെ പറയുന്നതിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എലിപ്പനിയാണ്. നമുക്ക് ബാക്ടീരിയ രോഗങ്ങളെന്ന് നോക്കാം. ഏതൊക്കെയാണ്? എലിപ്പനി, കോളറ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്. ഇതൊരു കോഡ് വെച്ച് ഓർത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പഠിച്ചിട്ടുള്ള കോഡ് എന്ന് പറഞ്ഞാൽ KK ദേവൻ TT ഗോമസിനെ പ്ലെയിനിൽ കയറ്റി എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള കോഡ്. നിങ്ങൾ മറ്റു പല കോഡുകളൊക്കെ പഠിച്ചിട്ടായിരിക്കാം, ഓർത്ത് വെച്ചിട്ടായിരിക്കാം ഈ ഒരു ബാക്ടീരിയ രോഗങ്ങളെ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കോഡുകൾ നിങ്ങൾ പഠിക്കുക. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. അപ്പം ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? എലിപ്പനി, കോളറ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്, ടൈഫോയിഡ്, അതേപോലെ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ന്യൂമോണിയ, ആന്ത്രാക്സ്, മെനിഞ്ചൈറ്റിസ്, ഗൊണേറിയ, ബോട്ടുലിസം, സിഫിലസ്, ടെറ്റനസ് എന്നിവയൊക്കെയാണ് ബാക്ടീരിയ രോഗങ്ങൾ. PC പരീക്ഷയിൽ നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യമാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് രോഗങ്ങളൊക്കെ. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചു വെക്കുക. ഒന്നുകൂടെ ഞാൻ വായിക്കാം. എലിപ്പനി ബാക്ടീരിയ രോഗങ്ങളാണ്. എലിപ്പനി, കോളറ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്, ടൈഫോയിഡ്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ന്യൂമോണിയ, ആന്ത്രാക്സ്, പിന്നെന്താണ് മെനിഞ്ചൈറ്റിസ്, ഗൊണേറിയ, ബോട്ടുലിസം, സിഫിലിസ്, ടെറ്റനസ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ. അടുത്ത് നമുക്ക് വൈറസ് രോഗങ്ങളെ പഠിക്കാം. ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, സാർസ്, പോളിയോ, വസൂരി, ജലദോഷം, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, ജപ്പാൻ ജ്വരം, മുണ്ടുനീര്, എയ്ഡ്സ്, എബോള, മീസിൽസ്, യെല്ലോ ഫീവർ,
പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, ഡെങ്കിപ്പനി, 5-ാം പനി. അപ്പോൾ എലിപ്പനി മാത്രമാണ് ബാക്ടീരിയ രോഗമായിട്ട് വരുന്നത്. ബാക്കിയുള്ള പനികളൊക്കെ വൈറസ് രോഗങ്ങളാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, പിന്നെന്താണ് ഡെങ്കിപ്പനി, 5-ാം പനി, ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ്. അപ്പോൾ വൈറസ് രോഗങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് വായിക്കാം. ഏതൊക്കെയാണ്? ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, സാഴ്സ്, പോളിയോ, വസൂരി, ജലദോഷം, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, ജപ്പാൻ ജ്വരം, മുണ്ടിനീര്, എയ്ഡ്സ്, എബോള, മീസിൽസ്, യെല്ലോ ഫീവർ, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, ഡെങ്കിപ്പനി, 5-ാം പനി എന്നിവയൊക്കെയാണ് വൈറസ് രോഗങ്ങൾ. അപ്പോൾ തീർച്ചയായും ഇത് പഠിച്ചു വെക്കുക. അതേപോലെ ഫംഗസ് രോഗങ്ങളെക്കുറിച്ച് പഠിക്കുക, പ്രോട്ടോസോവ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുക, ജീവിതശൈലി രോഗങ്ങൾ, ജനിതക രോഗങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ വരും ക്ലാസ്സുകളിൽ ഞാനെന്തായാലും ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങളും അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനത്തിൽ തക്കാളിയുടെ വിത്തിനം ഏതാണ്? ഏതാണ് ചോദിച്ചത്? തക്കാളിയുടെ വിത്തിനം ഏതാണ്? മുക്തിയാണ്. നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. മുക്തിയാണ്. ഇപ്പോൾ താഴെ പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനത്തിൽ തക്കാളിയുടെ വിത്തിനം ഏതാണ്? മുക്തിയാണ്. മുക്തിയാണ് തക്കാളിയുടെ സങ്കര ഇനം, വിത്തിനം. അപ്പോൾ തക്കാളിയുടെ മറ്റു സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? മുക്തി, ശക്തി, അനഘ, മനുലക്ഷ്മി, അക്ഷയ, മനുപ്രഭ എന്നിവയൊക്കെയാണ്. അതേപോലെ വെള്ളായണി, വിജയ് എന്നിവയൊക്കെയാണ് തക്കാളിയുടെ സങ്കര ഇനം. ഏതൊക്കെയാണ്? തക്കാളിയുടെ മുക്തി, ശക്തി, അനഘ, അടുത്തത് മനുലക്ഷ്മി, അക്ഷയ, മനുപ്രഭ, വെള്ളായണി, വിജയ് എന്നിവയൊക്കെയാണ് തക്കാളിയുടെ സങ്കര ഇനം. പിന്നെന്താണ് കുറച്ച് സങ്കര ഇനങ്ങൾ നമുക്ക് പഠിക്കാം. കിരൺ, അരുണ, അർക്ക, സൽകീർത്തി, അനാമിക, ഇതേതാണ്? വെണ്ടയുടേതാണ് കേട്ടോ. കിരൺ, അരുണ, അർക്ക, സൽകീർത്തി, അനാമിക എന്നിവ വെണ്ടയുടേതാണ്. അതൊരു കോടൊക്കെ വെച്ച് ഓർത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെന്താണ്? കരിമ്പിൻ്റെ നമുക്കൊന്ന് പഠിക്കാം. മധുരി, മധുരിമ, ത്രിമധുരം. അത് സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. മധുരം വരുന്നതൊക്കെ ഏതാണ്? കരിമ്പിൻ്റെതായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഏതാണ് കരിമ്പിൻ്റെത്? മധുരി, മധുരിമ, ത്രിമധുരം എന്നിവയാണ് കരിമ്പിൻ്റെത്. പിന്നെന്താണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ, അത് വഴുതനങ്ങയുടേതാണ്. അതൊരു കളർ വരുന്ന ആ ഒരു രീതിയിൽ വരുന്നതൊക്കെ ഏകദേശം വഴുതനങ്ങയായിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഏതാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ, ഇതാണ് വഴുതനങ്ങയാണ്. പിന്നെ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, അത് പച്ചമുളകാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ ഏതാണ്? പച്ചമുളകാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ ഏതാണ്? പച്ചമുളകാണ്. പിന്നെന്താണ്? ലോലമാലിക, ഭാഗ്യലക്ഷ്മി ഏതാണ്? പയറാണ്. ലോലമാലിക, ഭാഗ്യലക്ഷ്മി ഏതാണ്? പയർ. ലോലമാലിക, ഭാഗ്യലക്ഷ്മി ഏതാണ്? പയറാണ്. പിന്നെന്താണ്? നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് തെങ്ങിൻ്റേത് ഏതൊക്കെയാണ്? ലക്ഷഗംഗ, കേരഗംഗ, ചാവക്കാട് കൊള്ളൻ, മലയൻ ഡ്വാർഫ് എന്നിവ വരുന്നത് തെങ്ങാണ്. അപ്പോൾ തെങ്ങിൻ്റെ സങ്കരങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷഗംഗ, കേരഗംഗ, ചാവക്കാട് കൊള്ളൻ, മലയൻ ഡ്വാർഫ്. അതേപോലെ എന്താണ് നമ്മുടെ നെല്ലിനെ കുറിച്ച് ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ, ജയ, ത്രിവേണി, രോഹിണി, കൈരളി, ജ്യോതി എന്നിവ നെല്ലാണ്. ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ, ജയ, ത്രിവേണി, രോഹിണി, കൈരളി, ജ്യോതി എന്നിവ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. അതേപോലെ എന്താണ്? എള്ളിൻ്റെത് ഏതൊക്കെയാണ്? എള്ളിൻ്റെത് സൂര്യ, തിലോത്തമ, സോമ എന്നിവ എള്ളിൻ്റേതാണ്. സൂര്യ, തിലോത്തമ, സോമ എന്നിവ എള്ളിൻ്റേതാണ്. ചീരയുടെ അരുണ്, അതുപോലെ പാവൽ SCERT ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ്? പ്രിയ, പ്രിയങ്ക, പ്രീതി പാവലിൻ്റേതാണ്. പ്രിയ, പ്രിയങ്ക, പ്രീതി പാവലിൻ്റേതാണ്. അടുത്തത് ഗോതമ്പ. ഗിരിജ, സോണാലിക, കല്യാൺ സോന, ഇത് ഗോതമ്പിൻ്റേതാണ്. ഗിരിജ, സോണാലിക, കല്യാൺ സോന ഇതിൻ്റേതാണ്, ഗോതമ്പിൻ്റേതാണ്. അടുത്തത് മരച്ചീനിയുടെ, ഈ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശ്രീ വിശാഖ്, ശ്രീ ജയ, ശ്രീ സംഖ്യ, H96, H226 ഏതൊക്കെയാണ്? മരച്ചീനിയുടെ ഏതൊക്കെയാണ്? ശ്രീ വിശാഖ്, ശ്രീ ജയ, ശ്രീ സഖ്യ, H96, H226. അടുത്തത്
മാതളത്തിൻ്റെ ഏതാണ്? മാതളം ഗണേഷാണ്. ഗണേഷ് മാതളത്തിൻ്റേത് ഗണേഷാണ്. പിന്നെ എന്താണ്? പപ്പായയുടെ പഞ്ചാബ് ജയൻ്റാണ്. പപ്പായയുടെ സങ്കരയിനം ഏതാണ്? പഞ്ചാബ് ജയൻ്റാണ്. അപ്പോൾ ഇത് തീർച്ചയായും ഓർത്തു വെക്കണം. ഉറപ്പായിട്ടും PSC എന്തായാലും ഈ ഒരു ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് ഏതൊക്കെയാണ്? ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ ബിയും അതേപോലെ എന്താണ് ഓപ്ഷൻ സിയുമാണ് തെറ്റായത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും തെറ്റാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. അതേപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ തെറ്റായത് ബിയും സിയുമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതേപോലെ എന്താണ് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ്? യുറേനിയം ആണ്. അപ്പോൾ ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബിയും സിയുമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. അതേപോലെ എന്താണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ്? യുറേനിയം ആണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. അതേപോലെ രണ്ടാമത്തെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. അപൂർവമായി കാണപ്പെടുന്നത് ഏതാണ്? അസ്റ്റാറ്റിൻ ആണ്. ഭൂവൽക്കത്തിൽ അപൂർവമായി കാണപ്പെടുന്നത് ഏതാണ്? അസ്റ്റാറ്റിൻ ആണ്. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. അതേപോലെ എന്താണ് ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കണും പിന്നെന്താണ് ജെർമേനിയവുമാണ്. ചിപ്പുകൾ, ട്രാൻസിസ്റ്ററുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്നിവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കണും ജെർമേനിയവും ആണ്. അതേപോലെ എന്താണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സീസിയം ആണ്. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സീസിയം ആണ്. പിന്നെ നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? ക്ലോറിൻ കൊണ്ടാണ്. നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുന്നത് ഏത് മൂലകം കൊണ്ടാണ്? ക്ലോറിൻ കൊണ്ടാണ്. റബ്ബറിൽ കാഠിന്യം കൂട്ടാൻ സഹായിക്കുന്നത് ഏതാണ്? സൾഫർ ആണ്. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? സൾഫർ ആണ്. ഡ്രൈസെല്ലിലെ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ഏതാണ്? സിങ്ക് ആണ്. ഡ്രൈസെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് സിങ്ക് ആണ്. ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാന മൂലകം ചോദിച്ചാൽ ഏതാണ്? കാർബൺ ആണ്. PSC പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. ഓക്സിജൻ കൊടുത്തു പോകരുത്. ഏതാണ്? ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാന മൂലകം ഏതാണ്? കാർബൺ ആണ്. അതേപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഫ്ലോറിൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഫ്ലോറിൻ ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റിയോ? സീസിയം ആണ്. ഇപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏതാണ്? ഫ്ലോറിൻ ആണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏതാണ്? സീസിയം ആണ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ്. ജലത്തിൽ സൂക്ഷിക്കുന്നത് ഏതാണ്? ഫോസ്ഫറസ് ആണ്. പിന്നെന്താണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് ഏതാണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് സോഡിയം, പൊട്ടാസ്യം. PSC നിരന്തരം ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലോറിനും, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സീസിയവും. പിന്നെന്താണ് ജലത്തിൽ സൂക്ഷിക്കുന്നത് ഏതാണ്? ഫോസ്ഫറസ് ആണ്. പിന്നെന്താണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് ഏതാണ്? സോഡിയം, പൊട്ടാസ്യം. പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 2020-21 റിപ്പോർട്ട് പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഏതാണ്? നിരന്തരം PSC ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്, കേരളമാണ്. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചിക പട്ടികയിൽ 2020-21 റിപ്പോർട്ട് പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഏതാണ്? കേരളമാണ്. ഏറ്റവും പിന്നിലേതാണ്? ബീഹാറും ഉത്തർപ്രദേശുമാണ്. ഏറ്റവും പിന്നിലേതാണ്? ബീഹാറും ഉത്തർപ്രദേശുമാണ്. 1-ാം സംസ്ഥാനം കേരളം, 2-ാം സംസ്ഥാനം തമിഴ്നാട്, 3-ാം സംസ്ഥാനം തെലുങ്കാന. അപ്പം നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 2020-21 റിപ്പോർട്ട് പ്രകാരം
ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് കേരളവും ഏറ്റവും പിന്നിൽ ഏതൊക്കെയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്. അതേപോലെ 1-ാം സ്ഥാനം ഏതാണ്? കേരളമാണ്. 2-ാം സ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 3-ാം സ്ഥാനം തെലുങ്കാനയാണ്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഏതാണ്? ത്രിപുരയാണ്. 1-ാം സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. 2-ാം സ്ഥാനം ഏതാണ്? സിക്കിമിനാണ്. 3-ാം സ്ഥാനം ഏതിനാണ്? 3-ാം സ്ഥാനം ഗോവയ്ക്കാണ്. അപ്പം 2020-21 നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ ഈ റിപ്പോർട്ട് പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനമുള്ളത് കേരളവും, 2-ാം സ്ഥാനം ഇതിനാണ് തമിഴ്നാട്, 3-ാം സ്ഥാനം തെലുങ്കാന, ഏറ്റവും പിന്നിലുള്ളത് ബീഹാറും UPയുമാണ്. ചെറിയ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ത്രിപുരയ്ക്കാണ്. 2-ാം സ്ഥാനം ആർക്കാണ്? സിക്കിമിനാണ്. 3-ാം സ്ഥാനം ഗോവയ്ക്കാണ്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിലേതാണ്? മണിപ്പൂരാണ്. ഏറ്റവും പിന്നിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിൽ ഏതാണ്? മണിപ്പൂരാണ്. അതേപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുന്നിലെത്തിയത് ഏതാണ്? ലക്ഷദ്വീപാണ്. പിന്നിലേതാണ്? ഡൽഹിയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുന്നിലെത്തിയത് ലക്ഷദ്വീപും ഏറ്റവും പിന്നിൽ ഏതാണ്? ഡൽഹിയുമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത്, അവിടെ അടിവരയിടണം. തെറ്റായത് ഏതാണ്? ഏതൊക്കെയാണ് തെറ്റായത്? ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4. ഓപ്ഷൻ തെറ്റായ ഓപ്ഷനാണത്. പിന്നെന്താണ്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A. ആ ഓപ്ഷൻ ശരിയാണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് എന്താണ്? മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 44 തെറ്റാണ്. പിന്നെന്താണ്? നിലവിൽ മൗലിക കടമകൾ 11 അത് ശരിയായ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? തെറ്റായത് ഏതൊക്കെയാണ് തെറ്റായത്? എയും തെറ്റാണ്, സിയും തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? എയും സിയുമാണ് ഇവിടെ ആൻസറായി വരുന്നത്. മൗലിക കടമകളുടെ ആർട്ടിക്കിൾ ഏതാണ്? 51A. മൗലിക കടമകളുടെ ആർട്ടിക്കിൾ ഏതാണ്? 51A. ഇത് ഭേദഗതി ചെയ്തത്, മൗലിക കടമ ഭേദഗതി ചെയ്തത് 1976 42-ാം ഭേദഗതിയിലാണ്. അതായത് ഇതിന് ഭേദഗതി ചെയ്തത് 1976 42-ാം ഭേദഗതിയാണ്. അതേപോലെ ഈ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 1977 ജനുവരി 3-നാണ് ഇത് നിലവിൽ വന്നത്. 1977 ജനുവരി 3-നാണ് ഇത് നിലവിൽ വന്നത്. തുടക്കത്തിൽ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര എണ്ണമുണ്ട്? 11 മൗലിക കടമകൾ ഉണ്ട്. പുതിയതായി കൂട്ടിച്ചേർത്തത് എന്നാണ്? 2002 86-ാം ഭേദഗതി പ്രകാരമാണ് പുതിയതായിട്ട് കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. മൗലിക കടമകൾ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ അതായത് കൂട്ടിച്ചേർക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അതേപോലെ എന്താണ്? മൗലിക കടമകൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഭരണഘടന അതായത് മൗലിക കടം കൊണ്ടിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി ഏതാണ്? കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. പല കമ്മിറ്റികളുണ്ട്, അപ്പോൾ മാറിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെക്കുക. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. മൗലിക കടമകൾ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രസ്താവനയിൽ തന്നു കഴിഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ്. കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. മൗലിക കടമകൾ കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? നോക്കിക്കേ. ദൈവദശകം, ദർശനമാല, പ്രാചീന മലയാളം, ആത്മോപദേശകം. ഏതാണ്?
പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് പ്രാചീന മലയാളം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ദർശനമാല, ആത്മോപദേശകം. പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ കുറച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ആത്മോപദേശകം, ദൈവദശകം, ദർശനമാല, ജാതിമീമാംസ, പിന്നെന്താണ് ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്, കാളി നാടകം എന്നിവയൊക്കെയാണ്. പിന്നെന്താണ് ജീവകാരുണ്യ പഞ്ചകം എന്നിവയൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ഏതൊക്കെയാണ്? ആത്മോപദേശകം, ദൈവദശകം, ദർശനമാല, ജാതിമീമാംസ, അതേപോലെ ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, കാളി നാടകം, ജീവകാരുണ്യ പഞ്ചകം എന്നിവയൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ. അടുത്ത നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറച്ച് കൃതികളെ നോക്കാം. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപഖണ്ഡനം, വേദാധികാര നിരൂപണം, ക്രിസ്തുമതഛേദനം എന്നിവയൊക്കെയാണ് ആരുടേത്? ചട്ടമ്പി സ്വാമികളുടെ കൃതി. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപഖണ്ഡനം, പിന്നെ ഏതാണ്? വേദാധികാര നിരൂപണം, ക്രിസ്തുമതഛേദനം. അടുത്തത് നമുക്ക് പണ്ഡിറ്റ് കറുപ്പൻ്റെ കുറച്ച് കൃതികളെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, ശാകുന്തളം വഞ്ചിപ്പാട്ട്, സ്ത്രോത്തമന്താരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യത്തെ കവിതയാണ് ഈ സ്ത്രോത്തമന്താരം. ഇത് ഞാൻ PDF ഉൾപ്പെടുത്തിയിട്ടില്ല. ടെലഗ്രാം ചാനലിൽ PDF നൽകുമ്പോൾ ഞാനിത് ഉൾപ്പെടുത്താം. പിന്നെ ഇതാണ് ലങ്കാമർദ്ദനം. ഇത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കൃതിയാണ്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത ഏതാണെന്ന് ചോദിച്ചാൽ സ്ത്രോത്തമന്താരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ കൃതി ഏതാണ്? ലങ്കാമർദ്ദനം. പിന്നെ ഏതാണ്? സമാധി സപ്താഹം. ഇദ്ദേഹം ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ തുടർന്ന് എഴുതിയിട്ടുള്ള കൃതിയാണ് സമാധി സപ്താഹം. പിന്നെ വൈകുണ്ഠ സ്വാമികളുടെ 2 കൃതി ഏതൊക്കെയാണ്? അഖില തിരുട്ട് അമ്മാനെ അരുൾനൂൽ. ഇത് വൈകുണ്ഠ സ്വാമികളുടെ 2 കൃതിയാണ്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതേപോലെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം എന്ന് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഏവർക്കും നല്ല ദിനം ആശംസിച്ചുകൊള്ളുന്നു. നിർത്തുന്നു. ഗുഡ് ബൈ.